മോൻസിക്കുള്ള തടസ്സമല്ല, മോൻസിക്കുള്ള തടസ്സം, മോൻസിക്കുള്ള തടസ്സമല്ല ജോൺസൺ ഭാഷക്കുള്ള തടസ്സം. ആ തടസ്സം ഒന്നുമല്ല പാസ്റ്റർ ബീബിനുള്ള തടസ്സം. പക്ഷെ ദൈവം പറയുക, ആരുടെ ഏതു ടൈപ്പ് തടസ്സമാകട്ടെ, ഞാൻ നിനക്ക് മുമ്പിൽ ഒന്ന് യാത്ര ചെയ്യാൻ പോവാ. തടസ്സങ്ങൾ അഴിയുന്നൊരു ചിത്രം ഞാനിന്ന് വെളിപ്പെടുത്തി തരാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഇന്ന് വലിയ ആരാധനയല്ല ഇവിടെ ഉയരുന്നേ. ഇവിടെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലത് അഴിയുന്നത് കാണുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഫെലിസ്തീയ ശക്തികൾ ഇവരെ തകർക്കാൻ വന്നുകൂടിയപ്പം ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്തോ ചെയ്യണം? പറഞ്ഞു, ബാഖാവൃക്ഷത്തിൻ്റെ അടിയിൽ ചെന്നിരിക്കണം. ഡയറക്റ്റ് യുദ്ധത്തിന് പോകരുത്, നീ ഫെയിലായിപ്പോ. നീ തോക്കുന്നിടത്ത് നിന്നെ ജയിപ്പിക്കണമെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ പോണം. 100% നീ തോക്കാൻ സാധ്യതയാ, പക്ഷെ 100% നീ ജയിച്ചിരിക്കും. ദൈവം നിനക്ക് മുമ്പിൽ പോണം. മനസ്സിലായി? എനിക്ക് ദൈവം ഒരു കാര്യം കൂടെ തരിക. തോക്കുമെന്ന് നീ ചിന്തിച്ച ചില കാര്യത്തിൽ ജയം നിനക്ക് ഉറപ്പാ. ഒന്നുകൂടെ പറയാം, നീ തോക്കുമെന്ന് ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ വർത്താനം പറഞ്ഞ വിഷയത്തിൽ നിനക്ക് ജയമുണ്ടാകും, ഉറപ്പ്. കാരണം ദൈവം നിനക്ക് മുമ്പിൽ പുറപ്പെടുകയാ. മനസ്സിലായി വരുന്നുണ്ടോ? അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, ദൈവം നിനക്ക് മുമ്പിൽ പുറപ്പെടുന്നെന്ന് പറ. സ്തോത്രം. ചില എംബസികളിൽ കുടുങ്ങിക്കിടക്കുന്ന വിഷയത്തിനകത്ത് വരെ ദൈവം ഇറങ്ങുക. നിന്റെ പ്രോപ്പർട്ടിയെ കുരുക്കിയിട്ട മേഖലയിൽ വരെ ദൈവം ഇറങ്ങുക. ഇന്ന് ആ തടസ്സത്തെ ബ്രേക്ക് ചെയ്യാൻ, ഇന്ന് ആ തടസ്സത്തെ പൊട്ടിക്കാൻ. ചില വസ്തുവിലോട്ട് കാല് കുത്താൻ വയ്യാത്ത തടസ്സം അതിന്ന് പൊട്ടും. ദൈവം നിനക്ക് മുമ്പിൽ പുറപ്പെടുക. സ്തോത്രം. ഇനി ആ തടസ്സം അഴിയുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരാം. വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ആ വാക്യം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എടുക്കാം, 12-ാം അധ്യായം എടുക്കാം, 8-ാമത്തെ വാക്യം വായിക്കാം. നിർത്തി വായിക്കണം. ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. പത്രോസേ, നീ അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ദൈവത്തിന്റെ ദൂതൻ. ആർക്കും തുറക്കാൻ വയ്യാത്ത കാവലിനകത്ത് പത്രോസിനെ ബന്ധിച്ചിട്ടിരിക്കുക. ഞാനിവിടെ ഒരു വെളിപ്പാട് പറയാം. ആർക്കും കയറാൻ പറ്റാത്തടത്ത് ഇന്ന് ദൈവം കയറും. ഉണ്ടെന്നില്ല. ഈ ഇരുട്ടറ മാറത്തില്ലെന്ന് ചിലര് പറഞ്ഞെങ്കിൽ ആ ഇരുട്ടറ പ്രകാശിക്കും.